ഹായ്. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റിസൾട്ടുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആദ്യം ട്രാൻസ്ലേഷൻ തിയറം. അപ്പോൾ എന്താണ് ആ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം, നമുക്ക് അതിലൊരു നോൺ നെഗറ്റീവ് നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ട്. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എഫ് ഓഫ് ടിനെ ഇ റേസ് ടു എ ടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം. If Laplace transform of f of t is equal to f of s and a is any real number, then Laplace transform of e raised to at into f of t is equal to f of s minus a. s minus a. ഇതിനെ നമുക്ക് ഇതേ രൂപത്തിൽ എഴുതാം. നമ്മൾ വേറൊരു നൊട്ടേഷൻ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to at into f of t is equal to എന്താണ് വരിക? f of s minus a. f ആണ് സ്മോൾ എഫിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്കിൽ f of s minus a എന്നുള്ള രൂപത്തിൽ വരും. അതായത് നമുക്കതിനെ എങ്ങനെ എഴുതാം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t, അത് എസിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിൽ എസിനെ എന്തായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക? എസ് മൈനസ് എ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എസ് ഉള്ളിടത്തൊക്കെ എസ് മൈനസ് എ കൊടുക്കുക. ഓക്കെ, വേർ എസ് ഈസ് ചേഞ്ച് ടു എസ് മൈനസ് എ മീൻസ് in the Laplace transform of f of s of f of t, we replace the symbol s where it appears by s minus a. s വരുന്നിടത്തൊക്കെ s minus a വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ആ നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. അത് ട്രാൻസ്ലേഷൻ തിയർ തന്നെയാണ്. അതിൻ്റെ ഒരു മനസ്സിലാവാനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ നല്ല നൊട്ടേഷനിൽ എഴുതിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First, evaluate Laplace transform of e raised to a 5t into t cube. Second, Laplace transform of e raised to minus 2t into cos 4t. Okay, so firstly, Laplace transform of e raised to 5t into t cube അത് കൺസിഡർ ചെയ്യാം. നമുക്ക് ടി ക്യൂബിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ് ടി ക്യൂബിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം? ടി റേസ് ടു എന്നിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം n factorial divided by s raised to n plus 1. അപ്പോൾ ടി ക്യൂബിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താന്ന് അറിയാം. അവിടെ എസ് വരുന്നത്, എസിനെ നമ്മൾ എസ് മൈനസ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. കാരണം ഇ റേസ് ടു 5t വെച്ചിട്ടാണ് നമ്മൾ ടി ക്യൂബിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ് 5 ആണ്, ഇ റേസ് ടു 5t ആണ്. അപ്പൊ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബിൽ എസിനെ എസ് മൈനസ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് അതിൽ എസിനെ എസ് മൈനസ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് നമുക്കറിയാം 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 4. അവിടെ എസിനെ എസ് മൈനസ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 3 ഫാക്ടോറിയൽ 6 എസ് റൈസ് ടു 4 ആണ്. അപ്പോൾ അതിനെ എസ് മൈനസ് 5 വെച്ച്, എസ് വരുന്നിടത്തൊക്കെ എസ് മൈനസ് 5 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എസ് മൈനസ് 5 ഹോൾ റൈസ് ടു 4. സിമിലർലി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 2t കോസ് 4t അത് കാണാനാണ് പറഞ്ഞത്. കോസ് 4tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം ഇ റൈസ് ടു മൈനസ് 2t വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ കോസ് 4tന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണോ അവിടെ നമ്മൾ എസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഇ റേസ് ടു മൈനസ് 2t വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എസിനെ എസ് മൈനസ് 2 വെച്ചിട്ട്
എസ് മൈനസ് മൈനസ് ടു വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t വേർ എസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എസ് മൈനസ് മൈനസ് ടു. അതായത് എസ് മൈനസ് മൈനസ് ടു എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് ടു. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 4t എന്താ വരിക? എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ 60. ഓക്കെ, അവിടെ എസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എസ് മൈനസ് മൈനസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് എസ് പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഷുഡ് ബി ഈക്വൽ ടു എസിന് പകരം എസ് പ്ലസ് ടു കൊടുത്തു. ഇവിടെ എസ് സ്ക്വയറിന് പകരം എസ് പ്ലസ് ടു കൊടുത്തു. എസ് പ്ലസ് എസിന് ഇവിടെ എസ് പ്ലസ് ടു കൊടുത്തു. അപ്പോൾ എസ് പ്ലസ് ടു ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഫൈനൽ ആൻസർ എസ് പ്ലസ് ടു ഡിവൈഡ് ബൈ എസ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് 60. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിളാണ്. ട്രാൻസ്ലേഷൻ തിയറം, ഞാനിപ്പോൾ പറഞ്ഞ ട്രാൻസ്ലേഷൻ തിയറം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് നേരെ തിരിച്ചും പറയാം. അതായത് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി എന്ന് അറിയാം. എഫ് ഓഫ് ടി എങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ തിയറത്തിന് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ, നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷൻ എസ് മൈനസ് എ എന്നുള്ള ഇതേ രൂപത്തിലായിട്ടാണ് വരുന്നത്. ഓക്കെ, എസ് മൈനസ് എയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എഫ് ഓഫ് എസിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എഫ് ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് എസ് മൈനസ് എന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. അതാണ് ഇൻവേഴ്സ് ഓഫ് തിയറം 4.3.1. അതായത് ഇൻവേഴ്സ് ഓഫ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം. ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. അവിടെ എസിനെ നമ്മൾ എന്തായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്? എസ് ഈസ് റീപ്ലേസ്ഡ് ബൈ എസ് മൈനസ് എ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി വേർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാം. നോക്കാം. Evaluate Laplace inverse of 2s plus 5 divided by s minus 3 whole square. Second, Laplace inverse of s by 2 plus 5 by 3 divided by s square plus 4s plus 6. First question നോക്കാം. നമുക്ക് ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനൊരു ലാപ്ലാസ് ഇൻവേഴ്സ് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ല ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ലാപ്ലാസ് ട്രാൻസ്ഫോം ലാപ്ലാസ് ഇൻവേഴ്സ് ഒക്കെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് അറിയുന്ന രൂപത്തിലേക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ പറ്റുന്ന അറിയുന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ എസിലുള്ള ഫംഗ്ഷൻ, ഫ്രാക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ കൺസിഡർ ചെയ്താൽ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് കാണാനും ചില സമയത്ത് ലാപ്ലാസ് ഇൻവേഴ്സ് കാണാനും ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ 2s plus 5 divided by s minus 3 whole square അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ ആദ്യം അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. അപ്പോൾ നോക്കാം, മുകളിലൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, താഴെ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ഏത് രൂപത്തിലാണ് വരിക? എ ബൈ എസ് മൈനസ് 3 പ്ലസ് ബി ബൈ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഞാൻ പാർഷ്യൽ ഫ്രാക്ഷന്റെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എസ് മൈനസ് 3 ഹോൾ സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ, അതായത് റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമിനും എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2s plus 5 is equal to ഇവിടെ ഒരു എസ് മൈനസ് 3 ഉണ്ട്, അതും എസ് മൈനസ് 3 ഹോൾ സ്ക്വയറും കട്ട് ചെയ്ത് പോയാൽ ന്യൂമറേറ്ററിൽ ഒരു എസ് മൈനസ് 3 ഉണ്ടാവും. എ ഇൻറ്റു എസ് മൈനസ് 3 പ്ലസ് എസ് മൈനസ് 3, ഇവിടെ എസ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് മൈനസ് 3 ഹോൾ സ്ക്വയറും രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പ്ലസ് ബി. ഇവിടുന്ന് ഇനി എന്ത് ചെയ്യണം? എയും ബിയും കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ബി കണ്ടെത്തണമെങ്കിൽ എന്ത് ചൂസ് ചെയ്താൽ മതി? എസ് ഈക്വൽ ടു 3 ചൂസ് ചെയ്താൽ മതി. എസ് ഈക്വൽ ടു 3 ചൂസ് ചെയ്താൽ നമുക്ക് എന്റെ കോയിഫിഷ്യന്റ് 0 ആയിട്ട് പോകും. അപ്പോൾ വെൻ എസ് ഈക്വൽ ടു 3, 2s plus 5 എന്തായിരിക്കും? 2 into 3 plus 5, അതായത് 6 plus 5 11. 11 is equal to b എന്ന് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പിന്നെ എ കണ്ടെത്താൻ എസിന് വാല്യൂ
ക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബിന്റെ വാല്യൂ കൂടെ കൊടുത്തിട്ട് എസിന് 3 അല്ലാത്ത ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ബിന്റെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ബി ഇപ്പൊ എന്താണ് 11 ആണ്. അപ്പൊ 2s + 5 = എന് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ബ്രേക്ക് as - a3 + 11 കിട്ടും. ഓക്കെ, അവിടുന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2s ഉണ്ട്, ഇവിടെ as ആണുള്ളത്. അതായത് കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുക. കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്താൽ എസിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 2 ആണ്, ഇവിടെ a ആണ്. അപ്പോ a = എന്താവേണ്ടി വരും, 2 വരേണ്ടി വരും. അപ്പോ a = 2 കിട്ടും. അപ്പൊ നമുക്ക് എന്താ പറയാ, 2s + 5 2s + 5 divided by s - 3 whole square is equal to 2/s - 3 plus 11/s - 3 whole square എന്നുള്ള രൂപത്തിൽ കിട്ടും. നമുക്ക് 2/s - 3 11/s - 3 whole square അതിന്റെയൊക്കെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ എളുപ്പമുണ്ട്. കാരണം 1/s ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്കറിയാം. അപ്പോൾ ട്രാൻസ്ലേഷൻ തിയറം ഉപയോഗിച്ചിട്ട് എസിനെ 3 വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. 1/s - 3ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്ക് കാണാം. കാരണം നമുക്ക് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് f(t) ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് എന്തായിരിക്കും വരിക, e⁻3t × f(t) എന്നുള്ള രൂപത്തിലാണ് വരിക. അതേപോലെ തന്നെ 1/s - 3 ഹോൾ സ്ക്വയർ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് നമുക്ക് അറിയെങ്കിൽ g(t) ആണെങ്കിൽ 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് g(t) ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, 1/s - 3 ഹോൾ സ്ക്വയറിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തായിരിക്കും, e⁻3t g(t) ആയിരിക്കും. അതായത് ട്രാൻസ്ലേഷൻ തിയറം അപ്ലൈ ചെയ്താൽ. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് അറിയുന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കോൺസ്റ്റൻസിന് പ്രശ്നമല്ല, കാരണം ലാപ്ലാസ് ഇൻവേഴ്സ് ഒക്കെ ലാപ്ലാസ് ഇൻവേഴ്സും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോ നമുക്ക് 2s + 5 divided by s - 3 whole square ലാപ്ലാസ് ഇൻവേഴ്സ് കാണാം. Okay, so Laplace inverse of 2s + 5 divided by s - 3 whole square will be equal to Laplace inverse of this. Okay, Laplace inverse of this. അപ്പോൾ Laplace inverse linearity property satisfy ചെയ്യും. അപ്പോൾ നമുക്ക് ഓർ അഡീഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. കോൺസ്റ്റന്റിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻസിനെയൊക്കെ പുറത്ത് എഴുതുകയും ചെയ്യാം. അപ്പോൾ എന്ത് വരും, 2 പുറത്ത് വരും. ആദ്യം സ്പ്ലിറ്റ് ചെയ്തു, ഓർ അഡീഷൻ സ്പ്ലിറ്റ് ചെയ്തു, പിന്നെ കോൺസ്റ്റന്റിനെ പുറത്ത് എഴുതി. 2 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s - 3 പ്ലസ് 11 പുറത്ത് വരും. 11 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ. ഇനി എന്ത് വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 2 × ഓക്കെ, ഇത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലെ, s - 3 അതായത് e⁻at ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, 1/s - a. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞ റിസൾട്ട് അപ്ലൈ ചെയ്താലും മതി. 1/s ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, 1 അല്ലേ. 1/s ലാപ്ലാസ് ഇൻവേഴ്സ് 1. അപ്പോൾ 1/s - a ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, s - 3 ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, e⁻3t × 1. അതായത് e⁻3t ആണ്. അല്ലെങ്കിൽ e⁻at ലാപ്ലാസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s - ആണ്. അപ്പോൾ 1/s - ലാപ്ലാസ് ഇൻവേഴ്സ് e⁻at എന്നുള്ള രൂപത്തിൽ എങ്ങനെയും ചെയ്യാം. അപ്പോൾ നോക്കാം, 2 × 1/s - 3ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് 2 × e⁻3t. Plus 11 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s - 3 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ കാണാം, ആ ഒരു ഇതിനെ നമുക്ക് 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് എന്താന്ന് നമുക്കറിയാം. 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എന്ത്, 1/s². അപ്പോൾ 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് ടിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s². 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എന്തായിരിക്കും, ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ആക്ച്വലി 11 × ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s², വേർ s is replaced by s - 3. ഇതേ രൂപത്തിൽ എഴുതാം. അപ്പോൾ 1/s² ലാപ്ലാസ് ഇൻവേഴ്സ് എന്താ വരിക, ടി. പിന്നെ s - 3 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, e⁻3t ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ 2 × e⁻3t plus 11 × e⁻3t × t. Okay, next second question. നമുക്ക്
എസ് ബൈ ടു പ്ലസ് 5/3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ലാപ്ലാസ് ഇൻവേഴ്സ് കാണണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടെത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ലാസ് ഇൻവേഴ്സ് കാണാനുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഐഡിയയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡിനോമിനേറ്ററിൽ ഇതേ രൂപത്തിലല്ല, നമുക്ക് ഏതെങ്കിലും ഒരു എസിന്റെ സ്ക്വയറോ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് എ എന്നുള്ള രൂപത്തിലേക്കാണ് വരേണ്ടത് അല്ലെ. അപ്പോൾ നമ്മൾ ഇവിടെ അതേ രൂപത്തിലേക്ക് മാറ്റാൻ നോക്കുക. അതായത് ഒരു ടേമിന്റെ സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6നെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ടേമിന്റെ സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ നോക്കുക, ഇവിടെ 4s ഉണ്ട്. എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 ആണ്. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എസിന്റെ കോയിഫിഷ്യന്റ് നോക്കുക, അതിന്റെ ഹാഫ് എടുക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ 4ന്റെ ഹാഫ് 2 സ്ക്വയർ 2 സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിന് ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ -2 സ്ക്വയർ കൊടുക്കുക. അതായത് ഇൻ എഫക്ട് നമ്മൾ 0നെ ആഡ് ചെയ്തിട്ടുണ്ടാവും പ്ലസ് 6. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ നമ്മളെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. അതാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൂ ഉദ്ദേശിക്കുന്നത്. എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ, പിന്നെ അവിടെ -2 സ്ക്വയർ ഉണ്ട്. അതായത് -2 സ്ക്വയർ ആണ്, -2 സ്ക്വയർ. ഓക്കെ, -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 സ്ക്വയർ, അപ്പോൾ -4. അപ്പോൾ -4 പ്ലസ് 6 എന്ത് വരും, 2 വരും. അപ്പോൾ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6നെ നമുക്ക് എന്ത് എഴുതാം, എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ ഡിനോമിനേറ്റർ ഞാൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തു, എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് എസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്, എസ് പ്ലസ് 2 വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലും എസ് പ്ലസ് 2 എന്ന രീതിയിൽ എഴുതിയാൽ നമുക്ക് എങ്ങനെയും ട്രാൻസ്ലേഷൻ തിയറം ഉപയോഗിച്ചിട്ട് ലാപ്ലാസ് ഇൻവേഴ്സ് കാണാൻ കഴിയുമായിരിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ s/2 ഉണ്ട്, s/2 ഉണ്ട്. അതിനെ നമുക്ക് എസിന്റെ കൂടെ എന്ത് വേണം, എസ് പ്ലസ് 2 വേണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എസ് പ്ലസ് 2 കൊടുക്കുമ്പോൾ ഞാൻ +2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ +2 എക്സ്ട്രാ കൊടുക്കുന്നതാണ്, അതിന് കോമ്പൻസ് 0 ആക്കണം. അപ്പോൾ -2 കൊടുക്കുക. അപ്പോൾ എസ് പ്ലസ് 2 -2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്നുള്ള രൂപത്തിലേക്കും വരാം. ഓക്കെ, എസ് പ്ലസ് 2 -2 ഡിവൈഡ് ബൈ 2 സെയിം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ 2 -2/2 എന്ന് വരും, അതായത് -1. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇവിടെ അതാണ് ചെയ്തത്. എസ് പ്ലസ് 2നെ എനിക്ക് എങ്ങനെ എഴുതാം, എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ 2 -1 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. പ്ലസ്, അപ്പോൾ ഓക്കെ, ഇനി +5/3, ഇത് ഓൾറെഡി അവിടെ ഉള്ളതാണ്, +5/3. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ 2നെ എനിക്ക് 1/2 ഇൻറ്റു എസ് പ്ലസ് 2 എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതാം. പ്ലസ് 5/3 -1 എന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു 5/3 -1 ഉണ്ട്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 5 - 3 ഡിവൈഡ് ബൈ 3 വരും, അതായത് 2/3 പ്ലസ് 2/3. അതിനെ സിംപ്ലിഫൈ ചെയ്താണ് -2 പ്ലസ് 5/3 സിംപ്ലിഫൈ ചെയ്താൽ 2/3. ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഡിനോമിനേറ്ററിനെ ഓരോ ടേമിനും ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ ആ 2നെ ഞാൻ 1/2 എന്നുള്ള പുറത്തേക്കായിട്ട് എഴുതിയിട്ടുണ്ട്. 1/2 1/2 into s plus 2 divided by s plus 2 whole square plus 2 plus 2/3. 2/3 എന്നത് ഈ 2/3. ഓക്കെ, ഇവിടെയുള്ള 2/3 പ്ലസ് 2/3 into 1 by s plus 2 whole square plus 2.
അപ്പോൾ എസിൻ്റെ കൂടെയൊക്കെ +2 ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് കാണണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ തിയറി ഒക്കെ ഉപയോഗിക്കാം. ദെർഫോർ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s/2 + 5/3 ഡിവൈഡ് ബൈ s² + 4s + 6. അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കാണണമെങ്കിൽ ഈ ടേമിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടാൽ മതി. കാരണം ഈ ടേമും ഈക്വൽ ആണ്. ഷുഡ് ബി ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ ലാപ്ലാസ് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലാപ്ലാസ് ഇൻവേഴ്സിനെ അഡീഷനിൽ സ്പ്ലിറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ആയിട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ലാപ്ലാസ് ഇൻവേഴ്സിന്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s+2 ഡിവൈഡ് ബൈ s+2 ഹോൾ സ്ക്വയർ +2 പ്ലസ് 2/3 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s+2 ഹോൾ സ്ക്വയർ +2. സിംപ്ലിഫൈ ചെയ്യാം. 1/2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ്, ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ എസ് ഉള്ളിടത്തൊക്കെ s+2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s/s² +2 വേർ s ഈസ് ചേഞ്ച് ടു s+2. ഓക്കെ, അതേ രൂപത്തിൽ എഴുതാം. അതേപോലെ തന്നെ ഇവിടെ നോക്കുക, 1/s² + a² അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്ക് അറിയാം. ഓക്കെ, ഇപ്പോൾ a/s² + a², ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്. അതായത് 2 ഏതൊരു നമ്പറിന്റെ സ്ക്വയർ ആണ്, അതിന് നമ്മൾ √2² എന്ന് എഴുതാം 2ന്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു √2 ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടെത്താം. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു √2 കൊടുക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു √2 കൊടുക്കേണ്ടി വരും. ഓക്കെ, ന്യൂമറേറ്ററിൽ ഒരു √2 കൊടുത്തു, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു √2 കൊടുക്കേണ്ടി വരും. ആ √2 നമ്മൾ ലാപ്ലാസ് ഇൻവേഴ്സിന്റെ പുറത്താണ് എഴുതുന്നത്. കാരണം ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു √2 കൊടുക്കുക. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത് ലാപ്ലാസ് ഇൻവേഴ്സിന്റെ പുറത്താണ് ഞാൻ കൊടുക്കുന്നത്. കാരണം പുറത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ലാപ്ലാസ് ഇൻവേഴ്സ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ പ്ലസ് 2/3 ഇൻറ്റു √2 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് √2 ഡിവൈഡ് ബൈ s² + 2, അതായത് √2 ഹോൾ സ്ക്വയർ, √2 സ്ക്വയർ. where s is transformed to, അല്ലെങ്കിൽ where s is changed to s+2. again s/s² + 2ന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്ക് അറിയാം. കോസ് ഇവിടെ എന്താണോ നമ്പർ അതിന്റെ സ്ക്വയർ റൂട്ട്, അല്ലെങ്കിൽ ഇവിടെ √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കോസ് ഓഫ് √2t, അതിനെ എസിനെ s+2 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ e⁻² വെച്ചിട്ട് -2t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എസിനെ s-a വെച്ചിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ e⁻at വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എസിനെ s+a ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് x+a നമുക്ക് എങ്ങനെ എഴുതാം? s-a എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ e⁻−8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ +2 ആണ്. ഓക്കെ, +2 ആണ്. അപ്പോൾ e⁻²t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 e⁻²t കോസ് √2 ഇൻറ്റു t. അഗെയിൻ ഈ √2ഉം ഈ 2ഉം കട്ട് ചെയ്താൽ √2 വരും. കാരണം 2നെ √2 ഇൻറ്റു √2 എന്ന് എഴുതാം. അതിലൊരു √2നെ കട്ട് ചെയ്യാം. √2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു അഗെയിൻ ഇവിടെ എസിനെ s+2 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് e⁻−2t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് √2 ഡിവൈഡ് ബൈ s² + √2 ഹോൾ സ്ക്വയർ, അതായത് √2² അതായത് 2 s² + 2. അതെന്തിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ്? സൈൻ ലാപ്ലാസ്. അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താണ്? സൈൻ ഓഫ് സ്ക്വയർ. അപ്പോൾ ട്രാൻസ്ലേഷൻ തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെ ലാപ്ലാസ് ഇൻവേഴ്സിൽ ആ തിയറത്തിന് റിവേഴ്സ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക.